അതുകൊണ്ട് ഞങ്ങൾ ഒരു സെമി മുന്നണിയായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു നമ്മൾ പറഞ്ഞു. കടക്കനാടിന്റെ പടയത്തെ കൊലപാതകരാക്രമത്തിന്റെ ചരിത്രങ്ങളുടെ അടിവേൽ പിടിപിടിക്കുന്ന പ്രഖ്യാപനങ്ങൾ പിടിച്ചുകൊണ്ട് സത്യമില്ലാത്ത പോരാട്ടം വഹിച്ചുകൊണ്ട് കടക്കനാടിന്റെ പോരാട്ടത്തിലുണ്ടായ എല്ലാവരും സഹകരിക്കണം. യാത്രക്കാർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടാക്കരുത്. മാക്സിമം
പ്രവർത്തകന്മാർ ശ്രദ്ധിക്കണം. പരമാവധി വാഹനങ്ങൾ കടന്നു പോകാൻ അവസരമൊരുക്കി കൊടുക്കണം. യാത്ര കഴിയുന്നത്ര വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വഴിയൊരുക്കി കൊടുക്കണം. പ്രവർത്തകന്മാർ ശ്രദ്ധിക്കുക, ഈ ബസ്സിന് പോകാനുള്ള വഴിയൊരുക്കണം. ഓരോ പ്രവർത്തകന്മാരും 52 കെട്ടുകൾ കൊണ്ട് ജനാധിപത്യത്തിന്റെ മുഖം വികൃതമാക്കിയതെങ്കിൽ ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ തട്ടകമായ ഓർക്കാട്ടൊരുകിട മണ്ണിൽ അബോധ പൊറുക്കി കൊടുക്കുക. ഈ നാട് പ്രതികാരം ചോദിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവനവന് ചോരയിലേറ്റിയ ചോദ്യങ്ങൾ മാസം പോരാട്ട പ്രവാഹമിത
ഷാഫി പറമ്പലിതായി വാഹനത്തിന്റെ തൊട്ടുപറകിലായോ ആകാലവരുടെ പടങ്ങളുടെയും ആശീർവാദങ്ങളും പൂച്ചെണ്ടുകളും പൂമാലകളും ഏറ്റുവാങ്ങിക്കൊണ്ട് അസ്തമക സൂര്യന്റെ പൊരുത്തരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായോ ഷാഫി പറമ്പലിന്റെ പോരാട്ട പ്രവാഹനത അലകടൽ പോലെ കവിളച്ചേരി വൈഭാഗിലെത്തുക ചന്ദ്രശേഖരന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് ഗാന്ധികളുടെ സ്ഥാനാർത്ഥിക്ക് വരാനുള്ള വഴി ദയവായി ഒരുക്കി കൊടുക്കണം. അച്ചടക്കത്തോടെ സ്ഥാനാർത്ഥിയെ ഇവിടെ എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പരിപാടി ആരംഭിക്കാം. അബ്ദുള്ളാജി സ്റ്റേജിലേക്ക് ബഹുമാനപ്പെട്ട UDF നേതാക്കന്മാര്, ഈ പരിപാടിയുടെ സ്വാഗതം പറയുക എന്നുള്ള കർമ്മമാണ് എന്നെ ഏൽപ്പിച്ചത്. വളരെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട പാറക്കൽ അബ്ദുള്ള, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, ബഹുമാനപ്പെട്ട MC, ബഹുമാനപ്പെട്ട പുന്നക്കല്ലാർക്കും RMPയുടെ നേതാക്കന്മാർക്കും ഹൃദ്യമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സ്വാഗത പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. മണ്ഡലം ചെയർമാൻ കോട്ടയം രാധാകൃഷ്ണൻ ക്ഷണിക്കുന്നു. ആരാധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അല്ലേ, ഒരു രോഗമായാൽ മണം നോക്കാറുണ്ടോ നമ്മൾ? നമുക്ക് A പോസിറ്റീവ് രക്തം വേണം, B പോസിറ്റീവ് രക്തം വേണം, O നെഗറ്റീവ് രക്തം വേണം. അത് ആരുടേത് നമ്മൾ സ്വീകരിക്കും. കരൾ പങ്കുവെക്കാറുണ്ട്, ഹൃദയം പോലും മാറ്റി. അവിടെ പ്രസംഗിച്ചത് ഞങ്ങൾ ഈ രാജ്യത്തെ നിയമം നടപ്പാക്കും. ഇവിടെ ഈ രാജ്യത്തിന്റെ സംസ്കാരവുമായി യോജിക്കാത്ത, ഈ രാജ്യത്തിന്റെ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കാത്ത ഒരു ജനവിഭാഗമുണ്ട്. അവരെ ഞങ്ങൾ ആട്ടിയോടിക്കും. അങ്ങനെ അവരെ ആട്ടിയോടിച്ചാലോ അവരുടെ പാർപ്പിടങ്ങൾ, അവരുടെ കൃഷിസ്ഥലങ്ങൾ, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ, അതൊക്കെ പിന്നെ ആർക്കുള്ളതാ? ഈ നാട്ടിലെ തദ്ദേശീയർക്കുള്ളതാണ്. കൊല്ലക്കാലം നടന്നത് മുഴുവനും ഇത് തന്നെയാണ്. ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്നവരാണ്. പക്ഷെ അവരെ ഭിന്നിപ്പിക്കണം,
ആ ഭിന്നിപ്പിന്റെ പ്രവാചകന്മാരെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം. ഇന്ത്യ ഗാന്ധിജിയുടേതാണ്, മതേതരത്വത്തിൻ്റെതാണ്. കഴിഞ്ഞ 13 കൊല്ലമായി ഞങ്ങൾ ഒരുമിച്ചുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പോരാട്ടങ്ങൾക്ക് നമ്മൾ സാക്ഷിയാണ്. നിങ്ങൾ അവസാനം ചേരുമ്പോഴും കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായി ഇന്ത്യയിലെ തെരുവോരങ്ങളിലൂടെ രാജ്യത്തെ ജനങ്ങളെ ഐക്യപ്പെടുത്തി ഒന്നിച്ചു മുന്നേറുകയാണ്. BJPയും സംഘപരിവാറും ഇന്ത്യൻ സമൂഹത്തെ വെട്ടിമുറിക്കുമ്പോ അവരെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്രയേറെ ജനങ്ങളുടെ വലിയ ജനസഞ്ചയം ഞാൻ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഈ മഹനീയമായ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ വടകരയുടെ മനസ്സ് അവരുടെ വേദിയിലുള്ള വടകരയുടെ പ്രോജ്വലയായ നിയമസഭാ ശ്രീ അഹമ്മദ് പുന്നക്കൽ, ശ്രീ N. വേണു, ശ്രീ ചന്ദ്രൻ, ശ്രീ OK കുഞ്ഞബ്ദുള്ള, ശ്രീ പ്രദീപൻ, ദുൽഫിക്കർ, ജാഫർ, KK അഹമ്മദ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വരുമ്പോ അത് പ്രോജ്വലമാക്കാൻ ഈ വടകരയുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഇങ്ങോട്ടൊഴുകി നമ്മുടെ രാഷ്ട്രപിതാക്കൾ സ്വപ്നം കണ്ട കനവ് കണ്ട ഭാരതത്തിന്റെ മൂല്യങ്ങൾ ഓരോന്നും തകർത്തുകൊണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഈ തെരഞ്ഞെടുപ്പ് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് ഔദ്യോഗികമായിട്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഈ രാജ്യത്ത് ഒരു കാര്യങ്ങൾ വന്നു. തൽക്കാലം നിർത്തിവെച്ച ഈ പൗരത്വ ഭേദഗതി നിയമം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 4 ദിവസം ബാക്കിയുള്ളപ്പോ അവരത് നടപ്പാക്കാൻ തീരുമാനിക്കുകയാണ്. എന്താ ഇതിന്റെ പിന്നിലുള്ള താല്പര്യം? ഇത് കടത്തനാടാണ്. ഇത് ചന്ദ്രശേഖരന്റെ ചോര വീണ മണ്ണാണ്. ഈ മണ്ണിൽ ഒരു ഫാസിസ്റ്റ് ശക്തികൾക്ക് സ്ഥാനമുണ്ടാവില്ല. ഷാഫി പറമ്പിന്റെ ഉജ്ജ്വല ഭൂരിപക്ഷത്തോടുകൂടി നമ്മൾ പാർലമെന്റിലേക്ക് കയറ്റും. അതിന് കരഞ്ഞ് പകർത്തു നൽകുന്ന പ്രവർത്തകരാണ് അതിന്റെ ആളുകളാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഈ പരിപാടിക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊടുക്കുന്നത്. കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സതീശൻ കുരിങ്ങാടി, അഴിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രഭാകരൻ, RP ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ചന്ദ്രൻ കുളങ്ങരത്ത്, ഷുഹൈബ് കുന്നത്ത്, KK കുഞ്ഞമ്മദ്. അടുത്തായി നമ്മളോട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഉയർത്തിക്കൊണ്ട് കടത്തനാടിന്റെ സമര പോരാളി ഷാഫി പറമ്പിൽ ഈ പ്രൗഢഗംഭീരമായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. ഏറെ സ്നേഹാദരങ്ങളോടെ പ്രസംഗപീഠത്തിലേക്ക് ഹാർദമായ സ്വാഗതം. പാലക്കാട് ഒരിക്കലും ബൈ ഇലക്ഷൻ വരില്ല. അപ്പൊ പാലക്കാട്ടെ പത്രക്കാർ ചോദിച്ചു, അതിന്റെ അർത്ഥം വടകരയിൽ ഷാഫി തോൽക്കുമെന്നാണോ, CPM ജയിക്കുമെന്നാണോ, നിങ്ങൾ CPM-നെ പിന്തുണക്കുന്നതാണോ? അപ്പോഴും അതിന് മറുപടി പറഞ്ഞത്, ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോ, ഒരു കാരണവശാലും പാലക്കാട് ബൈ ഇലക്ഷൻ വേണ്ടി വരില്ല എന്നത്. എന്ന് വെച്ചാൽ CPM ജയിച്ചാലും ശരി, നമ്മൾ ജയിക്കരുത് എന്നാണ് K. സുരേന്ദ്രൻ പറയുന്നത്. BJP 2ാം സ്ഥാനത്തുള്ള ഒരു സീറ്റിൽ പോലും ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന്റെ അർത്ഥം BJP CPM-ന് വോട്ട് ചെയ്യുന്നതാണോ, അതോ ഇവർ തമ്മിലുള്ള ധാരണ അന്തർധാരയൊക്കെ ആയത് ഇപ്പൊ പരസ്യമായി മുന്നണിയായി അവർ മാറിയോ എന്നുള്ളത് ഞാൻ സംശയിക്കുന്നു. എന്നെ കേൾക്കുന്ന CPM പ്രസ്ഥാനത്തിന് ഏതെങ്കിലും സഹപ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. EP ജയരാജൻ LDF-ന്റെ കൺവീനർ പറയുന്നു, BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക ഉജ്ജ്വലമായ സ്ഥാനാർത്ഥി പട്ടികയാണ്. അതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. ഏത് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ശശി തരൂരിനോട് മത്സരിക്കുന്ന BJP-യുടെ സ്ഥാനാർത്ഥി വളരെ മികച്ച സ്ഥാനാർത്ഥിയാണ് EP ജയരാജൻ പറഞ്ഞിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. അതിന്റെ തൊട്ടു പുറകെയാണ് ഇപ്പൊ BJP-യുടെ പ്രസിഡന്റ് പാലക്കാട് വന്ന് പത്രസമ്മേളനം നടത്തി പറയുന്നത്, ഇവിടെ ഒരിക്കലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല എന്ന്. എനിക്ക് അതിന്റെ രണ്ടിന്റെയും നേതാക്കന്മാരോട്, പാവപ്പെട്ട പ്രവർത്തകരെ ആ കാര്യത്തിൽ ഞാൻ അവിശ്വസിക്കുന്നില്ല. എനിക്ക് ഇതിന്റെ രണ്ടിന്റെയും നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ കണ്ടു കോൺഗ്രസും ലീഗും RMPയും കൂടെ ചേർന്ന്, ഞാൻ വരുന്ന കുട്ടികളെ മുദ്രാവാക്യം വിളിക്കുന്നത്, കോൺഗ്രസിന്റെ മൂവർണ്ണ പതാകയും ലീഗിന്റെ ഹരിത പതാകയും RMPയുടെ ചുവപ്പ് പതാകയും കൂട്ടിക്കെട്ടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ചു പോരാടുമെന്ന് കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഞാൻ കേട്ടു.
നിങ്ങൾ പരസ്യമായിട്ടൊക്കെ പറഞ്ഞാൽ മതി. ഞങ്ങൾ രണ്ടാളും ചേരുകയാണ്. ഞങ്ങൾക്ക് 1-2 സീറ്റിൽ ചില അഡ്ജസ്റ്റ്മെന്റ് വേണം, തൃശ്ശൂരിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം, വടകരയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം. അതുകൊണ്ട് ഞങ്ങൾ ഒരു സെമി മുന്നണിയായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചോ. എന്നിട്ട് നിങ്ങൾ വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിന് നിങ്ങളൊന്ന് മാർക്കെടുക്കും. വടകരയിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും ഇനി കമ്മ്യൂണിസ്റ്റായി ബാക്കിയുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വോട്ട് ഇത്തവണ അതിവൈകാരികമായ ഒരു ഊർജം ഞാൻ അതിൽ തന്നെ തൊട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നാടിന് വേണ്ടി എത്ര കാലവും പ്രവർത്തിക്കാനുള്ള സ്നേഹവും പിന്തുണയും നിങ്ങൾ ഇതിനോടകം തന്നെ തന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെടുകയാണ്. കെ കുഞ്ഞിരാമക്കുറുപ്പിന്റെ ഒക്കെ മണ്ണാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന കള്ളധാരണകളെ സംബന്ധിച്ചൊക്കെ അവർ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കണം. പ്രിയമുള്ളവരെ, ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, സമയമേറെയായി. ഞാൻ എവിടെ നിന്നിട്ടാണ് പ്രസംഗിക്കുന്നത്? ഈ മണ്ണ് ആരുടെ ശബ്ദം കേട്ടാണ് ഈ മണ്ണ് അതിന്റെ പുളകിതമായത്? ഈ മണ്ണ് ആരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടാണ് ഈ നാടിനെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടത്? ഓർക്കാട്ടേരി, ഓഞ്ചി എന്നൊക്കെ പറയുമ്പോൾ പാലക്കാട് ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിപ്ലവ വീര്യമുള്ള കഥകൾ ഞങ്ങൾ ജീവനുള്ളിടത്തോളം കാലം ആ ക്രൂരത ഞങ്ങൾ മറക്കില്ല എന്നുള്ളത് ഉറച്ചു പറയാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾ പറയും, അത് ഞങ്ങൾ ഉയർത്തും, അതിൽ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും, അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ നാടിന്റെ ഉത്തരം തേടും. അങ്ങനെ കൊന്നിട്ടങ്ങ് തീർന്നാൽ മുമ്പിൽ നമ്മൾ വടകരയെ വിട്ടുകൊടുക്കുമോ? വടകരയിലെ ജനങ്ങൾ വടകരയെ വിട്ടുകൊടുക്കുമോ?